നമ്മൾ ആക്ച്വലി ഒക്ലിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്നാണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് നമ്മുടെ ഹെൽത്ത് കെയറിൽ വിർച്വൽ റിയാലിറ്റി യൂസ് ചെയ്ത് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ നമ്മൾ ഇവിടെ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടി ഭയങ്കര സ്റ്റിമുലേറ്റഡ് ആയ എൻവയൺമെൻറ്റിലേക്ക് പോകുമ്പോൾ, അവർ ഭയങ്കര ഒരു ഓവർ ക്രൗഡായിട്ട് എൻവയൺമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എങ്ങനെയായിരിക്കും ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് അവിടുത്തെ ഓരോ കാര്യങ്ങൾ, അവിടുത്തെ ഓരോ കളേഴ്സ്, അവിടുത്തെ ഓരോ സൗണ്ട്സ്, ഇതെങ്ങനെയായിരിക്കും അവർ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. മേ ബി ആ ഒരു എക്സ്പീരിയൻസ് കാരണം അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടാവാം, അവർ ഭയങ്കര ബഹളം നിൽക്കുന്നുണ്ടാവും. നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്ക് അതൊരു വാശിയായിട്ട്, കുട്ടിയുടെ ഒരു വാശിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവരെന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അവിടുത്തെ ഓരോ കാര്യങ്ങൾ അവരെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതെന്നല്ല. ഇതെല്ലാം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വരുന്നത് ഡിമെൻഷ്യയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഡിമെൻഷ്യ ഉള്ളൊരു പേഷ്യൻറ്റ് പുറത്തേക്ക് ചെല്ലുമ്പോൾ അവരൊരു കാര്യത്തേക്ക് ഇൻവോൾവ് ആവുന്ന സമയത്ത് അവിടെയുള്ള ചുറ്റുപാടുകൾ അവരെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, അവരുടെ തോട്ട്സ് എങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും, അവരുടെ വിഷൻ എങ്ങനെ അൾട്ടർ ആവുന്നുണ്ടാവും, ഇതെല്ലാം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും അങ്ങനെ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വിർച്വൽ റിയാലിറ്റി യൂസ് ചെയ്ത് നമ്മളിത് ചെയ്യുന്നത്. എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ ഈ ഒക്കുലിസ് എന്ന കമ്പനീൻ്റെ കോ ഫൗണ്ടറും വൺ ഓഫ് ദി ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആക്ച്വലി ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റീവ് ടൂളാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ ഗെയിംസ് രൂപത്തിലാണ് നമ്മൾ ഈ ഫിസിയോതെറാപ്പിയിലുള്ള ഓരോ ആക്ടിവിറ്റീസും നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. നമുക്കിപ്പോൾ കറൻറ്റ്ലി ഒരു 20ഓളം സ്ഥാപനത്തിൽ നമ്മൾ ഓൾറെഡി ഫിസിയോതെറാപ്പി സെൻറ്റേഴ്സിലും റിഹാബിലേഷൻ ഹോസ്പിറ്റലും ആയിട്ട് നമുക്ക് 20ഓളം ക്ലയൻസ് ഇപ്പോൾ ഉണ്ട്. നമ്മളുടെ മാർക്കറ്റിംഗ് ഇപ്പോൾ കേരള, കർണാടക, അതുകൂടാതെ തന്നെ ദുബായ്, ഈ 3 സ്ഥലത്താണ് നമ്മളിപ്പോൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി ഗെയിംസിനെ കുറിച്ചാണെങ്കിൽ, ഈ ഗെയിംസ് ആക്ച്വലി നമ്മൾ ഹാൻഡ്, അതേപോലെ നെക്ക്, സ്പൈൻ, ഷോൾഡർ, ന്യൂറോ റിഹാബ് ആക്ടിവിറ്റീസ്, കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള 20 ഗെയിംസ് പാക്കേജാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഹാൻഡിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസിസ്റ്റീവ് വോളിയം, വിത്തൗട്ട് അസിസ്റ്റീവ് വോളിയം, അങ്ങനെ 6 ഗെയിംസ് സെപ്പറേറ്റ് പാക്കേജിന് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഗെയിംസ് ഡിമെൻഷ്യ എന്ന കേസിൽ കൂടെ നമുക്ക് യൂസ്ഫുള്ളായി മെയിൻലി കോൺസെൻട്രേഷൻ ഗെയിംസാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ തന്നെ നമ്മൾ ഗെയിംസിനെ കൊണ്ട് പല ഡിഫറൻറ്റ് ലൈക്ക് ഡിസബിലിറ്റി ഉള്ള അവർക്കും കൂടുതൽ കോൺസെൻട്രേഷൻ, മെമ്മറി ഗെയിംസ്, അതുപോലെയുള്ള കുറേ ഗെയിംസുകളുടെ രൂപത്തിൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എക്സ്പോഷർ കൂടെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഹാപ്പി മൂവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹാപ്പിനെസ് എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു പേഷ്യൻറ്റിനെ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടിന്യൂസ്ലി ഒരു എക്സസൈസ് കൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് എക്സസൈസ് ചെയ്യുന്നതോറും ഒരു പേഷ്യൻറ്റിന് അതിനോടൊരു ഇൻട്രസ്റ്റ്, താല്പര്യക്കുറവ് വന്നു തുടങ്ങും, അവർക്കത് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ടും അത് റിക്കവറി ഒരു ഹാപ്പിനെസ്സോടെ ചെയ്യുന്നൊരു പ്രവർത്തനമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാപ്പി മൂവ്സിന് ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. ഇനീഷ്യലി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇനീഷ്യലി ഒരു 4 ഗെയിംസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റ് മാത്രമായിരുന്നു ഹാപ്പി മൂവ്സ്. പക്ഷേ ഇപ്പോൾ അതൊരു കമ്പനിയായിട്ട് ഫോം ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റായിട്ട് നമ്മൾ UAE അടക്കം രാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും റിഹാബ് സെൻറ്റേഴ്സും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. മെയിനായിട്ടും ഇതിൻ്റെ ഉദ്ദേശം തന്നെ റിക്കവറി ഒരു ഫൺ എലമെൻറ്റോടെ ഇൻക്ലൂഡ് ചെയ്യണം. പ്രൈമറി ഞങ്ങളൊരു ഗെയിം ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ആ ഗെയിമിൻ്റെ ഒരു കോൺസെപ്റ്റ് കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് റിക്കവറി എന്ന് പറയുന്നത് ബോറിംഗ് ആയി ഒരു കൺവെൻഷനലി ഉള്ളതിന് മാറ്റിയിട്ട് മറിച്ചൊരു ഫൺ ആൻഡ് എൻഗേജിങ് ആക്ടിവിറ്റി ആയിട്ട് മാറ്റുക തന്നെയാണ് ഈ ഹാപ്പി മൂവ്സ് ആൻഡ് ഒക്യുലിക്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മസ്കുലർ ഡിസ്ട്രോഫി? ശരിക്കും ഇത് പേശികളുടെ ശക്തി പതിയെ പതിയെ കുറഞ്ഞു വരുന്ന ഒരു കൂട്ടം ജനിതക രോഗങ്ങളാണ്. ഇത് സാധാരണയായി കുട്ടിക്കാലത്താണ് തുടങ്ങുന്നത്. പിന്നെ ദൈനംദിന ജീവിതത്തെ വരെ ഇത് കാര്യമായി ബാധിച്ചേക്കാം. അപ്പോൾ നമുക്കിതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, ഇതിൻ്റെ അടിസ്ഥാന കാരണം. ഇത് ശ്രദ്ധിക്കണം, ഇതൊരു പകർച്ചവ്യാധി ഒന്നുമല്ല കേട്ടോ. ഇത് പ്യുവർലി ജനിതകമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ജീനുകൾക്കൊരു പ്രശ്നം കാരണം പേശികളെ സംരക്ഷിക്കുന്ന പ്രോട്ടീൻ വേണ്ടത്ര ഉണ്ടാക്കാൻ പറ്റാതെ വരുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് പേശികൾ ദുർബലമായി പോകുന്നത്.
ജനിതക തകരാർ മൂലം സംഭവിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫിയിൽ പല വിഭാഗങ്ങളുണ്ട്. അവയിൽ ഓരോന്നിൻ്റെയും വകഭേദമനുസരിച്ച് ജന്മാവസ്ഥ മുതൽ യൗവനം വരെയുള്ള ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങുന്ന രീതിയിലാണുള്ളത്. ശരാശരി 7 മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ കൃത്യമായി കാണിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം നേരിടുന്ന വെല്ലുവിളികളാണ്. ഒന്നാലോചിച്ചു നോക്കൂ. നടക്കാനും സാധനങ്ങൾ പൊക്കാനുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് വേദനയും ശ്വാസതടസ്സവുമൊക്കെ സാധാരണ ആയിരിക്കും. ഇതിന് പൂർണ്ണമായൊരു ചികിത്സ ഇല്ല എന്നതാണ് സത്യം. പക്ഷേ ഫിസിയോതെറാപ്പി, മരുന്നുകൾ, വീൽചെയർ പോലുള്ള സഹായ ഉപകരണങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് ജീവിതം ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവസാനമായി നമുക്കെങ്ങനെ ഇതിനെ നേരിടാം? നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. വൈകാരികമായി കൂടെ നിൽക്കുക, മാറ്റി നിർത്താതിരിക്കുക, പിന്നെ ഈ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ പേരെ അറിയിക്കുക. ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മുടെ വീടുകളും ജോലിസ്ഥലങ്ങളുമൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരിയായ മനസ്സിലാക്കലും പിന്തുണയുമാണ് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി.